ലാലിച്ചൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഇപ്പൊ എണീറ്റ് നടക്കുന്നുണ്ട്. അവരെന്നെ അവിടെ ഇട്ട് കൊന്നിരുന്നേല് നിനക്ക് എളുപ്പമാവുമായിരുന്നല്ലോ. എന്തിനാ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നത്? അപ്പനെ കൊന്ന പോലെ നിന്റെ കൈ കൊണ്ട് തന്നെ വേണമെന്ന് കരുതിയോ? എനിക്കും അങ്ങനെ ഒരു മോഹമുണ്ട്. ഒന്നീ നിന്റെ കൈ കൊണ്ട് മരിക്കുക, അല്ലെങ്കിൽ നിന്നെ കൊല്ലുക. നിന്നെ പോലെ കുടിക്കുന്ന കള്ളിൽ വിഷം ചേർത്തും പിന്നീന്ന് കുത്തിയുമല്ല, ആണത്തത്തോടെ 10 ആളെ മുമ്പിൽ വെച്ച് കുത്തി കൊല്ലും ഞാൻ. കൊന്നോടാ, കൈ കെട്ടി നിന്ന് തരാം. എങ്ങനെയെങ്കിലും ഒന്ന് കൊന്നുതാ. വേണ്ട, നിന്റെ വേഷം കെട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. ഉപ്പും ചോറും തന്ന് വളർത്തിയ എന്റെ അപ്പന്റെ മുമ്പില് 10-30 കൊല്ലം വേഷം കെട്ടിയവനാ നീ. ഒടുവിൽ നീ എന്റെ അപ്പനെ ലാലിച്ച ഇറങ്ങി പോടാ. പോകുവാടാ. ചാകാൻ പോയാലും കൊല്ലാൻ പോയാലും തിരിച്ചു വിളിക്കാൻ എനിക്കാരുമില്ല. ജനിപ്പിച്ച തന്തയല്ലെങ്കിലും ഉള്ളി കൊണ്ട് അപ്പ എന്ന് വിളിച്ചയാളുടെ മകനായി പോയി നീ. അല്ലെങ്കിലുണ്ടല്ലോ, അപ്പനെ കൊന്ന് ഞാനാണെന്ന് പറയുന്ന നിന്റെ നാവ് വലിച്ചു പറിച്ചെടുത്തേനെ. ഞാൻ ഇപ്പൊ പോവാം. അപ്പനെ കൊന്നവനെ നിന്റെ കാൽ ചുവട്ടിക്കൊണ്ടിട്ടിട്ട് ഞാൻ അടങ്ങൂ. അതിന് പറ്റിയില്ലെങ്കിൽ നിന്റെ കൈ കൊണ്ട് തന്നെ ചാവാൻ ഞാൻ വരും. കൊല്ലാൻ ഒരുങ്ങിയിരുന്നോ? ചാകാൻ തയ്യാറായിട്ട് ഒരാളെ ഇറങ്ങിപ്പോയ സ്ഥിതിക്ക് എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നേ? പോയി കൊന്നൂടെ? അപ്പന്റെ കൊലയാളിയെ കൊന്നവനായിട്ട് കഴിയല്ലോ ശേഷിക്കുന്ന കാലം. നിർത്തടി. വന്ന് തലേ കയറാൻ തുടങ്ങി. ഇറങ്ങി പോവായിരുന്നില്ലേ അവന്റെ കൂടെ? അങ്ങനൊരു മോഹം ഉണ്ടായിട്ടും നിങ്ങളുടെ കൂടെ കഴിയാൻ തീരുമാനിച്ചവളാ ഞാൻ. കുഞ്ഞുനാള് മുതല് ഒരുമിച്ച് കളിച്ചു വളർന്നവരാ നമ്മൾ 3 ആളും. മിന്നുകെട്ടിന്റെ പ്രായമായപ്പോ 2 ആളും ഒരുമിച്ച് ഒന്ന് മുമ്പില്. പക്ഷെ എല്ലാം മറക്കാൻ പറഞ്ഞു ബാബുട്ട്. ലാലിച്ചതിന് വേണ്ടി നിങ്ങളെ പരസ്പരം അകലാതിരിക്കാൻ എല്ലാം മറന്ന് മനസ്സുകൊണ്ട് സമ്മതിച്ചു തന്നെയാ ഞാനും മിന്നുകെട്ടാൻ കഴുത്തു കുനിച്ചു തന്നത്. അത്രയ്ക്ക് ബാബുട്ട് സ്നേഹിച്ചിരുന്നു ലാലിച്ചനെ. അപ്പച്ചനെ കൊന്നത് ബാബുട്ടനല്ല, നമ്മളെയൊക്കെ കാലം ബാബുട്ടൻ അപ്പച്ചനെ സ്നേഹിച്ചിട്ടുള്ളൂ. അറിയോ? ഒന്നോർത്ത് നോക്കിക്ക്. അപ്പച്ചനെ വേദനിപ്പിക്കാനല്ലാതെ എന്തെങ്കിലും അപ്പച്ചനോട് സ്നേഹത്തോടെ പെരുമാറാൻ ലാലിച്ചന് കഴിഞ്ഞിട്ടുണ്ടോ? എന്തിനായിരുന്നു ഈ പക? പെതയ്ക്കാനും വിളമ്പാനും മുമ്പിൽ നിർത്തില്ല എന്ന് പറഞ്ഞിട്ട് തന്തയും തള്ളയില്ലാതെ പോയൊരു അനാഥ കുട്ടിയോട് വളർത്തച്ഛൻ കാണിച്ച സ്നേഹം ലാലിച്ച മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കാൻ ശ്രമിച്ചവരൊക്കെ വെറുത്തു. എന്തു പറഞ്ഞാലും തലയിലേക്ക് കേറില്ലേ മോളെ? അപ്പച്ചനറിയോ, കെട്ടിയ അന്ന് തൊട്ടിന്ന് വരെ മനസമാധാനത്തോടെ ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ പോലെ ഇടയാക്കിയിട്ടില്ല ഈ മനുഷ്യൻ. മോനെ സ്നേഹത്തോടൊന്നും നോക്കിയിട്ടില്ല ഇതുവരെ. എന്റെ കുഞ്ഞിനെ അവന്റെ അപ്പനെ കണ്ട പേടിയാണ് അപ്പച്ച. മതി ഇവന്റെ കൂടെ അവള് പൊറുതി. മോള് കൊച്ചിനെടുക്ക്. മണ്ണില് പണിയെടുത്ത് ശീലിച്ചവന്റെ വീട്ടിൽ 24 അരിക്ക് പഞ്ഞം ഒരിക്കലും ഉണ്ടാവില്ല. അതുപോലെ നിനക്കും കൊച്ചിനും അതിനുള്ള വകയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാ മോനെ, വാ. പൊയ്ക്കോ, എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. ആദ്യം അപ്പം പോയി, പിന്നെ അമ്മച്ചിയും പെങ്ങളും. വിശ്വസിച്ചവർ കൃഷിയിലും ചതിച്ചു. ഇപ്പൊ നീ ഇവിടെ പോവാണെങ്കിൽ പൊയ്ക്കോ. എനിക്കാരും വേണ്ട. ഞാനുള്ളതാണല്ലോ എല്ലാവർക്കും പ്രശ്നം. കുറ്റമല്ല എനിക്ക്, തെറ്റല്ല എന്റെ മാത്രം. ഞാൻ വരുന്നില്ല അപ്പച്ച. ഈ മനുഷ്യനെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും വരുന്നില്ല. ലാലിച്ച, മനസ്സിലെ ദണ്ണം കൊണ്ട് പറഞ്ഞു പോയതാ, ക്ഷമിച്ചേക്ക്. ഇനിയെങ്കിലും നമുക്ക് ജീവിക്കണോ ചായ? ബാബുട്ടിന് ലാലിച്ചാൻ ഒന്നാവണം. പരസ്പരം ദേഹത്തൊരുതിരി മണ്ണിട്ടോന്ന് ഞാൻ അറിഞ്ഞാല് പിന്നെ എന്നെ ബാബുക്കുട്ടനെ ലാലിച്ചാൻ കാണില്ല. സത്യമായിട്ട് ഞാൻ പറഞ്ഞതാ. എനിക്കെന്റെ ലാലിച്ചാന് വേണം, എന്റെ കൂടപ്പിറപ്പിന്. മോളെന്ന് പറഞ്ഞില്ലേ, എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നൊരു ശക്തി മേളിലുണ്ടേൽ അനുഭവിക്കുന്ന. ഇപ്പൊ കണ്ടില്ലേ? അയ്യോ അച്ഛ, ഇങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിച്ചല്ല ഞാൻ പറഞ്ഞത്. അറിയാതെ എന്റെ വായിന്ന് വീണു പോയതാ. വീണത് മോടെ കയ്യുന്ന ആ കുങ്കുമത്തട്ട് ഇതാ ഇവിടെ. അച്ഛ, മാപ്പ്.
അയ്യോ എന്റെ ആട്. എടാ നിർത്താൻ. നിർത്താൻ. കേശവൻ ജീപ്പുമായി വന്നാൽ ഉടനെ പുഞ്ചയിലേക്ക് ചെല്ലാൻ ഭരതേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ആടിനെ കൊന്നിട്ട് ജീപ്പും വിട്ടിങ്ങ് പോന്നാ ചോദിക്കാൻ പറയാൻ ആരും വരില്ലെന്ന് വിചാരിച്ചു ഇയാള്. മര്യാദയ്ക്ക് എന്റെ ആടിന്റെ കാശ് തരുന്നത് എനിക്ക് നല്ലത്. ഓ വണ്ടി പോകുന്ന വഴിയോട് ആടിനെ നിരത്തി നടത്തിയ വണ്ടി കയറി ആട് ചത്തൊന്നും വരും. കാശ് എന്തിനു പോടാ. കേശവ, ആടിന്റെ കാശ് എത്രയെന്ന് വെച്ചാൽ ഞാൻ തരാം. അതിന് പൊയ്ക്കോട്ടെ. കുറെ നാളായിട്ട് തമ്മാടിയുടെ ശല്യം ഇല്ലാതിരിക്കായിരുന്നു. പിന്നെയും വന്നിരിക്കുന്നു ദുഷ്ടൻ. അപ്പം മരിച്ച അന്ന് മുതലാ കേശവനെ കാണാതായത് അല്ലേ? അതിന് തലേന്നാ വർക്കിച്ചായനും എല്ലാം കൂടി ആലോചിച്ച് നോക്കുമ്പോ എനിക്ക് ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് മല്ലിക. മാമച്ചൻ രാഖി രാമനെ നാട് വിട്ടു എന്ന് കേട്ടു. കേശവന്റെ സമയം ഫസ്റ്റ്. ആ ബാബുവിന്റെ മുന്നിലെങ്ങാനും വന്ന് പെട്ടിരുന്നെങ്കില് ഇതേപോലെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ അടിക്കാൻ പറ്റുമോ അച്ഛന്? പിന്നെ അങ്ങനെ അങ്ങ് പേടിച്ച് അമ്മയുടെ വയറ്റിൽ കയറി ഒളിച്ചിരിക്കാൻ പറ്റോ? തന്റെ ഉണ്ടെങ്കിൽ എന്റെ കൂടെ നേരിട്ട് മുട്ടട്ടെ. ഒരു മാമച്ചനെ ഒതുക്കാം, 10 മാമച്ചന്മാരെ ഒന്നിച്ചൊതുക്കാനാണെങ്കിൽ ബുദ്ധിമുട്ടാകും. ഭരതം കുഞ്ഞ് അങ്ങനെ അങ്ങ് അടങ്ങിയിരിക്കുന്നു കരുതുന്നുണ്ടെങ്കിൽ അത് വേണ്ട. ചങ്കിന് നേരെ വരുമ്പോഴേ അറിയൂ, ശവം പോലും കാണില്ല. എന്തായാലും ബാബോട്ടന്റെ ശവം വീഴും മുമ്പേ ഇവിടെ ഇരിക്കുന്ന ചിലരുടെ ശവമാവും ഇപ്പൊ വീഴുക. മോളെ, അതെ അച്ഛാ, വർക്കിച്ചായന്റെ കള്ളില് അപ്പുവിനെ കൊണ്ട് വിഷം ഇട്ട് കൊടുപ്പിച്ചാ കൊല്ലിച്ചത്. അതേ വിഷം കഴിച്ച അപ്പു ചത്തതും. അപ്പു ചാവുന്നതിന് മുൻപ് അവൻ കഴിച്ചതിന്റെ ബാക്കി വിഷം എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞിരുന്നു അവനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ച ആളിന്റെ കള്ളിൽ ഇത് ചേർത്ത് കൊടുക്കണമെന്ന്. അവന്റെ അവസാനത്തെ ആഗ്രഹം പോലും സാധിച്ചു കൊടുത്തില്ലെങ്കിൽ അവന്റെ ആത്മാവ് എന്നോട് പൊറുക്കില്ലച്ചാ. മോളെ, ആ വിഷം കള്ളിക്കലക്കി കൊടുത്തോ? കൊടുത്തു. എന്തു പറ്റി? മറ്റാർക്കും ഇല്ലാത്ത ഛർദിൽ എന്താ നിനക്ക് മാത്രം? ഇവൻ തന്നെ വർക്കിച്ചായനെ അപ്പുനി കൊന്നത്. എന്റെ അപ്പച്ചനെ നീ നിന്നെ ഞങ്ങൾ കൊല്ലു. എന്റെ അപ്പ നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തത്? ആര് പറഞ്ഞിട്ടാണ് നിന്റെ അപ്പച്ചനെ കൊന്നു? അപ്പനെ വിഷപ്പെടുത്തത്? അതെ, ഞാൻ തന്നെ അപ്പൂനെ കൊണ്ട് വർക്കിച്ചാന്റെ കളിയിൽ വിഷം ചേർപ്പിച്ചത്. എന്തിന്? ആര് പറഞ്ഞിട്ട്? ഭരതൻ. ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത ആ നല്ല മനുഷ്യനോട് ഇങ്ങനെ ചെയ്യാൻ എനിക്ക് എങ്ങനെ തോന്നിയിടാ? കേശവൻ, അമ്മച്ചി, ഞാൻ സത്യം പറഞ്ഞില്ലേല് എന്നെ തല്ലു കൊരുന്നുള്ള അവസ്ഥ വന്നപ്പോ ഞാൻ അവരോട് അന്ന് നിന്നെ കൂടെ കൊല്ലാതെ വിട്ടതാ ഞാൻ ചെയ്ത തെറ്റ്. കൊന്നതും കൊല്ലിച്ചതും ഒക്കെ എന്തെങ്കിലും എല്ലാരും അറിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്ക്. എന്തിന്? ഒരാളെ കൊന്നാലും 9 പേരെ കൊന്നാലും ശിക്ഷ ഒരു വട്ടേ ഉള്ളൂ. വീണ്ടും നീ അവരോട് ഏറ്റുമുട്ടാനാണോ ഭാവം? വേണ്ട മോനെ, ഞാൻ പറയുന്നത് കേൾക്ക്. രണ്ടിലൊന്നറിയാതെ ഭരത ഇനി പിന്നോട്ടില്ല. ആ കുടുംബത്തിലെ ഒരുത്തനെ ഞാൻ ബാക്കി വെച്ചേക്കില്ല. ഞാൻ സമ്മതിക്കില്ല. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ നീ നോക്ക്. ഞാനും ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. തിരിഞ്ഞു നോക്കരുത്. നേരെ വരുന്ന എല്ലാവരെയും കൊന്നോണം. എത്ര എണ്ണത്തിന് വേണമെങ്കിലും ശിക്ഷ ഞാൻ ഏറ്റോളാം. വിചാരണയ്ക്ക് കോടതിയിൽ എത്തുമ്പോൾ അവിടെയും വേണം എനിക്കൊന്നാം സ്ഥാനം. ഏറ്റവും കൂടുതൽ പേരെ കൊന്നവനെന്ന സ്ഥാനം. നിന്റെ വിചാരണ കോടതിയിലല്ല, ഇവിടെയാണ് നടക്കാൻ പോകുന്നത്.
ശിക്ഷ വിധിക്കുന്നത് ഞങ്ങളും. ശിക്ഷിക്കാനും രക്ഷിക്കാനും നീയൊക്കെ ജീവനോട് ഇരുന്നിട്ട് വേണ്ടേ? ജീവനോട് തന്നെ ഉണ്ടാവും. നിന്റെ കണക്കുകൾ തീർക്കാൻ നെറുകെട്ട കൂലിത്തല്ലുകാരുടെ പിൻബലവും ചതിപ്രയവും വേണ്ട എനിക്ക്. എന്റെ അപ്പനെ ചതിച്ചു വന്ന് നിന്നോട് പകരം കൊല്ലാൻ ഞാനിവിടുന്ന് പോകാം. അവരെയല്ല, ഇവനെ. ഇവനാണ് എല്ലാത്തിനും കാരണക്കാരൻ. എന്റെ മകൻ. ഓർമ്മ വെച്ച നാൾ മുതൽ വർക്കിയും കുടുംബവും നമ്മുടെ ശത്രുക്കളാണെന്ന് പറഞ്ഞ് അവരോടുള്ള പക എന്നെ കൊണ്ട് പലതും ചെയ്യിച്ചു. സാരമില്ല, ഞാൻ സഹിച്ചോളാം. ഇവരാരുമല്ല എന്റെ ശത്രുക്കൾ, നിങ്ങളാ എന്റെ അച്ഛൻ. അല്ല ഭരത, നീ തന്നെ നിന്റെ ശത്രു, ഞങ്ങൾ ആരുമല്ല. വിജയിക്കാൻ ഏത് വഴിയുമാകാമെന്ന നിന്റെ മനസ്സും. തിരിച്ചു വരാൻ കഴിഞ്ഞാൽ ഒരു മനുഷ്യനായിട്ട് വേണം നീ വരാൻ. നടക്കും.